ഞാനൊരു വലിയ സിനിമാ കുടുംബത്തിൽ നിന്നല്ല വരുന്നത്. എൻ്റെ ഫാമിലി സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അടുത്ത സുഹൃത്തുക്കളായി സിനിമയിൽ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. എറണാകുളത്ത് എത്രയോ സിനിമാക്കാരുണ്ടെങ്കിലും ആരും എന്നെ കണ്ടിട്ടില്ല. കാണാത്തതാണോ കണ്ടെന്ന് നടിക്കാത്തതാണോ എന്നറിയില്ല. പിന്നെ ഞാൻ വന്നിരിക്കുന്ന ഒരു മിമിക്രി, അതൊരു ഡ്രോബാക്കായിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പലരും. പക്ഷേ എനിക്കതൊരു പ്ലസ് ആയിട്ടാണ്. കാരണം എനിക്കൊരു അവസരം കിട്ടിയാൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ മിമിക്രി എന്നൊരു കല കയ്യിലുള്ളതുകൊണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കൊണ്ടെത്തിച്ചത് ഏറ്റവും വലിയൊരു സ്ഥാനത്താണ്. എല്ലാവരും കൊതിക്കുന്ന ഒരു സംവിധായകനാണ്. ഇതിനുശേഷം ഒരുപാട് ആക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി നമ്മളൊക്കെ പുള്ളിയുടെ ഒരു ഡയലോഗ് പറയാൻ കൊതിക്കുകയാണ് നമുക്കത്. അപ്പോൾ അതിപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം സംഭവിച്ചതുപോലെ അത് തോന്നുന്നത്. ഇന്ത്യൻ റുപ്പിയിൽ തന്നെ ആൻഡോ ജോസഫാണ് പ്രൊഡ്യൂസർ. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു റോളുണ്ട്, നിന്നെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യം ഈ സ്വപ്നലോകത്തുനിന്നല്ല പറയണത്, ഞാൻ ഇത്തിരി കൺഫ്യൂസ്ഡായി. ഞാൻ അതിനും മാത്രം കഴിവുള്ള ഒരാളാണോ? രഞ്ജിത്ത് സാറിൻ്റെ ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ രഞ്ജിത്ത് സാറിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നും പറഞ്ഞു തരില്ല, നീ അങ്ങോട്ട് വന്നാതേടാ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ CH എന്ന കഥാപാത്രമായി മാറുകയായിരുന്നു. ചിത്രം കണ്ടിറങ്ങിയ പലരും പറഞ്ഞു ഭയങ്കര മിതത്വം ഉണ്ടായിരുന്നു അഭിനയത്തിൽ. സത്യനന്ദിക്കാട് സാറ്, ജോഷി സാർ, വലിയ വലിയ സംവിധായകരാണ് എനിക്ക് റിമാർക്സ് തന്നത്. അപ്പോൾ ഇതൊക്കെ ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ കിട്ടാത്തവർ എത്രയോ പേരുണ്ട്. അത് ഓർക്കുമ്പോൾ ഇത്രയൊക്കെ മതി എന്ന് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും അത് വേറൊരാളുടെ കഴിവാണ്, എൻ്റെ ഒരു കഴിവായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറൊരു ശക്തി, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിയുടെ ഫലം മാത്രമായിട്ടാണ്. അല്ലാണ്ട് എന്നിലുള്ള ഒരു പാരമ്പര്യമായിട്ട് ഞാൻ ബോൺ ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമല്ല. നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തിരിച്ചറിവായിരിക്കും. ദൈവം മനസ്സിലാക്കി ഇവൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്, ഇനി ഇവന് എന്തെങ്കിലും ഒരു കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് തന്നതായിരിക്കും. മിമിക്രി ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അറിയപ്പെടുക പോലുമില്ല. അത്രയും കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ മിമിക്രിയിൽ വരുന്നവർ. ഞാൻ വരുമ്പോൾ അത്രയൊന്നും ഇടിയും തള്ളൊന്നുമില്ല. ദിലീപേട്ടൻ്റെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം വരുന്നൊരു തലമുറയാണ് നമ്മളൊക്കെ. ഈ നാദർഷ അവരൊരു സെക്ഷൻ കഴിഞ്ഞ് മണിയൊക്കെ പോയി കഴിഞ്ഞിട്ട് വരുന്നവരാണ്. ചാനലുകൾ 1-2 ചാനലുകളുള്ളൂ. നമ്മൾ അതിലേക്ക് വന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചാനലുകളിൽ നിന്ന് റിയാലിറ്റി ഷോസ് കഴിവുള്ളവരുമാണ്, പ്രതിഭകളുമുണ്ട്. അപ്പോൾ ആ സമയത്ത് വന്നുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്യപ്പെട്ടു. നമ്മളതിനുള്ള അധ്വാനിച്ചു. ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മിമിക്രി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പഠിച്ചത് തന്നെ വെച്ചുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ കാലഹരണപ്പെട്ടു പോകുന്നത്. നമ്മൾ ദിവസം ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, പുതിയതെന്താണ് ചെയ്യാൻ പറ്റുക, അതിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് സിനിമയിലേക്ക് എത്തിച്ചു. സിനിമയിലെത്തിയപ്പോൾ നല്ലൊരു കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടുന്നു. കുറച്ച് കാലം മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെടാതെ സൈഡ് വേഷങ്ങളൊക്കെ ചെയ്ത് നിൽക്കേണ്ടി വരും. ഇപ്പോൾ എന്നെ തേടി തന്നെ പ്രധാന ടൈറ്റിൽ ക്യാരക്ടേഴ്സ് അന്വേഷിച്ച് വരുന്നത് പുതിയ ആൾക്കാർ തെളിയിച്ചതുകൊണ്ടാണ്, പ്രൂവ് ചെയ്തുകൊണ്ടാണ്. പുതിയൊരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത് സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് എന്നെ തേടി കുറേ ഓഫറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അംഗീകരിക്കപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം ദൈവം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ നോട്ടബിളായത്. കാരണം ഇതിനുശേഷം ഇനി കഴിവുള്ള ആൾക്കാർ വരാം. ഇപ്പോൾ മുകേഷ് ഏട്ടനെ അഭിപ്രായപ്പെട്ടു. ഞങ്ങളൊക്കെ വന്നപ്പോൾ വളരെ സന്തോഷിച്ചു. കാരണം ലാലേട്ടൻ്റെ ഒപ്പം മമ്മൂക്കയുടെ ഒക്കെ ഒപ്പം യാത്ര ചെയ്യാനും ഒരുമിച്ച് അഭിനയിക്കാനൊക്കെ സാധിച്ചു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യമില്ല. കാരണം അവാർഡുകളെല്ലാം പോകുന്നത് മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി. അദ്ദേഹം അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മുകേഷ് ഏട്ടന് മനസ്സിലായത് അവരുടെ മുഖങ്ങൾ വെച്ചാലേ മാർക്കറ്റിംഗ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മുകേഷ് ഏട്ടനൊന്നും അവാർഡ് കിട്ടാത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജനിച്ചതിൽ നിരാശയുമുണ്ട്, സന്തോഷമുണ്ടെങ്കിൽ തന്നെ കുറച്ച് നിരാശയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് നിരാശപ്പെടേണ്ട ഒരു കാലഘട്ടമല്ല നമ്മുടേത്. നമ്മൾക്കും കൂടി അംഗീകാരം കിട്ടുന്ന, എല്ലാവർക്കും സ്പേസ് കിട്ടുന്നൊരു സ്ഥലമാണ്. ശബ്ദമോ അല്ലെങ്കിൽ മസിലോ സൗന്ദര്യമോ ഒന്നുമില്ലാതെ ഷാനുവിന് ഒരു സ്പേസ് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ തെളിയിക്കാൻ സാധിച്ചാൽ എനിക്കൊരു ചെറിയ ഇടം കിട്ടി. അപ്പോൾ സ്വന്തമായിട്ടൊരു ഇതുണ്ടെങ്കിൽ ആരും നമ്മളെ തള്ളിപ്പറയില്ല. നമ്മളെ നശിപ്പിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ നശിക്കണമെന്ന് വിചാരിക്കണമെങ്കിൽ വേറെ ആരും വിചാരിച്ചാലും നടക്കില്ല. ഞാൻ കള്ളു കുടിക്കണം, കഞ്ചാവ് പിടിച്ച് നടന്നാൽ എന്നെ നശിപ്പിക്കാൻ പറ്റും. അല്ലാതെ ലോകത്ത് ഒരു ശക്തിക്കും എന്നെ നശിപ്പിക്കാൻ സാധിക്കില്ല. ചെഗുവേര പറയുന്നത് പോലെ കൊല്ലാം പക്ഷേ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ വാക്ക് തന്നെയാണ് എല്ലാവരും ജീവിതത്തിലുള്ളത്. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ പോലെ തന്നെയാണ് എനിക്ക് ചെഗുവേരനെ തോന്നുന്നത്. ലോകം അംഗീകരിക്കപ്പെട്ട ഒരാളാണ് ഏതൊരു രീതിയിലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളും അതൊക്കെ തന്നെയാണ്. കമ്മ്യൂണിസം പറയുകയല്ല ഏട്ടൻ. അപ്പോൾ ആ വാക്ക് നമ്മളെ കൊല്ലാൻ പറ്റും പക്ഷെ നശിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ പേരവിടെ കിടക്കും. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് ഇത് തന്നെയായിരിക്കും. ഇനി ഏതൊക്കെ കിട്ടിയാലും ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ പ്രാഞ്ചിയേട്ടൻ തന്നെ തിരഞ്ഞെടുത്തതാണ്.
മറ്റൊന്ന് എനിക്ക് ഒരു സ്വപ്ന ഡ്രീമായിട്ടല്ല, രഞ്ജിത്ത് സാറിൻ്റെ കൂടെ ഒരു ചിത്രം ചെയ്യാൻ പറ്റുക. കാര്യം അദ്ദേഹത്തിൻ്റെ ഇതിനു മുൻപുള്ള പ്രാഗൽഭ്യം തെളിയിച്ച തൂലികയിലൂടെ അത്ഭുതങ്ങൾ വിരിയിച്ച ചിത്രങ്ങൾ കണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കണം, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അത് നേടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ രഞ്ജിത്ത് സാറിൻ്റെ ഒരു നിഴലിൻ്റെ അടുത്തെങ്കിലും പോകാൻ കൊതിച്ചിട്ടുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ വരുന്ന ഒരു ഡയലോഗ്, ഒരു മൊഴി പറയാൻ പല താരങ്ങളും കൊതിക്കുകയാണ്. അപ്പോൾ ഒരു മുഴുനീള കഥാപാത്രം കിട്ടിയത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷാത്കാരമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിക്കുന്നൊന്നല്ല, ആഗ്രഹങ്ങൾ ഇനിയുണ്ട്. പക്ഷേ ഇത് നേടാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അത് എനിക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയാണ് കിട്ടുന്നത്. നമ്മൾ അധ്വാനിച്ചാൽ, നമ്മൾ ആഗ്രഹിച്ചാൽ അത് നേടുമെന്നുള്ളത്.